ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സ്പെഷ്യൽ കസ്റ്റമർക്ക് വേണ്ടി ചെയ്ത മനോഹരമായ ഒരു ബ്ലൗസ് ഹാൻഡ് വർക്ക് ട്യൂട്ടോറിയലാണ് കാണാൻ പോകുന്നത്. എൻ്റെ +2 ക്ലാസ്മേറ്റ് ആയിരുന്ന ഒരു ഫ്രണ്ടിൻ്റെ മാമൻ്റെ കല്യാണത്തിന് വേണ്ടി ചെയ്തതാണിത്. ഷിമ്മർ ഫിനിഷുള്ള ഈ ഒലീവ് ഗ്രീൻ ടിഷ്യൂ ഫാബ്രിക്കിൽ പ്രിൻസസ് കട്ട് ഷേപ്പിലാണ് ഈ ബ്ലൗസ് തയ്ച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് സ്ലീവ്സിലെ വർക്കിൽ തുടങ്ങാം. ഇതിനായി നമ്മൾ സിൽവർ കട്ട് ബീഡ്സ്, മിനുസമുള്ള സറി ത്രെഡ്, ക്ലാസിക് വൈറ്റ് പേൾസ്, വൈറ്റ് ഷുഗർ ബീഡ്സ് എന്നിവയാണ് ഉപയോഗിക്കുന്നത്. വർക്ക് ചെയ്യാനായി ബ്ലൗസിന്റെ സെയിം കളർ ത്രെഡും എടുക്കണം. കൂടെ ഒരു ബീഡ് വർക്ക് നീഡിലും ത്രെഡ് വർക്ക് നീഡിലും വേണം. സറി ത്രെഡ് ഉപയോഗിച്ച് നമ്മൾ ആദ്യം 2 ലെയർ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ ആദ്യത്തെ ലെയർ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലൈനും വേഗത്തിൽ പൂർത്തിയാക്കാം. അടുത്തതായി സിൽവർ കട്ട് ബീഡ്സ് ഉപയോഗിച്ച് ഒരു ലൈൻ കൂടി കൊടുക്കാം. ഇത് ബോർഡറിന് നല്ല തിളക്കം നൽകും. ശേഷം കട്ട് ബീഡ്സ് വെച്ച് യു ഷേപ്പിൽ ഓരോന്നും തമ്മിൽ ചേർന്നിരിക്കുന്ന രീതിയിൽ ഒരു ലൈൻ കൂടി തയ്ച്ചെടുക്കാം. ഇനി ഈ യു ഷേപ്പിന്റെ രണ്ടറ്റത്തും നടുവിലുമായി ഓരോ ലീഫ് ഡിസൈൻ ചെയ്യാം. ഇതിനായി സിൽവർ കട്ട് ബീഡ്സും വൈറ്റ് ഷുഗർ ബീഡ്സും ചേർത്തൊരു കുഞ്ഞു ലീഫ് ലുക്ക് നൽകാം. ഈ യു ഷേപ്പ് വർക്ക് കൊടുത്തപ്പോൾ ഇതിനിടയിൽ വന്നിട്ടുള്ള ട്രയാങ്കിൾ സ്പേസിൽ ഓരോ വൈറ്റ് പേളുകൾ വെച്ചു കൊടുക്കാം. ഈ പേൾസ് വർക്കിന് കൂടുതൽ ഗ്ലാമർ നൽകുന്നു. അടുത്തതായി സ്ലീവിന്റെ ബാക്കി ഭാഗത്ത് ബൂട്ടി ഡിസൈൻ അഥവാ സ്പ്രെഡിങ്സ് കൊടുക്കാം. അതിനായി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കട്ട് ബീഡ്സ് വെച്ച് 2 ലീഫ് ഡിസൈൻ ചെയ്യുക. ഇതിനിടയിലായി ഒരു പേൾ വെച്ച് കൊടുക്കുക. ഇതിനെ ഒരു ചെറിയ പൂവിന്റെ രൂപത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നെക്ക് ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് സാരി ബ്ലൗസ് ആയതിനാൽ ഫ്രണ്ട് ഭാഗത്തൊരു സൈഡിൽ മാത്രമാണ് ഫ്രണ്ട് വർക്ക് വരുന്നത്. സ്ലീവ്സിൽ കൊടുത്ത അതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ നെക്കിലും ചെയ്യുന്നത്. നെക്ക് ഷേപ്പ് വന്നിട്ട് ഒരു സ്വീറ്റ് ഹാർട്ട് കട്ട് ഡിസൈൻ ആണ്. നെക്കിലും ആദ്യം സറി ത്രെഡ് വെച്ച് ചെയിൻ സ്റ്റിച്ചിൽ ഒരു ലെയർ കൊടുത്തു തുടങ്ങി. ഇനി സിൽവർ കട്ട് ബീഡ്സ് വെച്ച് രണ്ടാമത്തെ ലെയറും വേഗത്തിൽ പൂർത്തിയാക്കാം. സ്ലീവ്സിൽ കൊടുത്തതുപോലെ തന്നെ സ്കാലപ്പുകൾ അഥവാ യു ഷേപ്പിൽ മറ്റൊരു ലൈൻ കൂടി കൊടുക്കുക. ഈ യു ഷേപ്പുകൾക്കിടയിലുള്ള സ്ഥലങ്ങളിൽ വൈറ്റ് പേൾസ് വെച്ച് കൊടുക്കുക. ശേഷം സ്ലീവിലുള്ളതുപോലെ ലീഫ് ഡിസൈനും നൽകുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്ലീവ്സിലെ ഈ ഹാങ്ങിങ്സ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നാണ്. ഇത് ബ്ലൗസ് സ്റ്റിച്ചിങ് കഴിഞ്ഞ് ലാസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ആദ്യം സൂചി നൂലിൽ കോർത്ത് അതിന്റെ ഒരറ്റത്തായി നന്നായി ടൈ ചെയ്യുക. സൂചിയുടെ മറ്റേ അറ്റം ഫ്രീ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത സ്ലീവിലെ വർക്കിലുള്ള ചെയിൻ സ്റ്റിച്ചിന്റെ ഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നത്. ചെയിൻ സ്റ്റിച്ചിനിടയിലായി താഴേക്ക് സൂചി കൊണ്ടുവന്ന് അതിൽ 2 ഷുഗർ ബീഡ്സ്, പിന്നെ ഒരു ഹാങ്ങിങ് ബീഡ്, പിന്നെ 2 ഷുഗർ ബീഡ്സ്, ശേഷം ഒരു സ്വീക്വൻസ്, പിന്നെ വീണ്ടും 2 ഷുഗർ ബീഡ്സ് എന്നിങ്ങനെ കോർത്തെടുക്കുക. ഏറ്റവും ലാസ്റ്റ് കൊടുത്ത 2 ഷുഗർ ബീഡ്സ് സീക്വൻസ്, അതിന് മുകളിലുള്ള 2 ഷുഗർ ബീഡ്സ്, ഇത്രയും വിട്ടുകൊണ്ട് ബാക്കിയുള്ള ഹാങ്ങിങ് ബീഡിനിടയിലും ഷുഗർ ബീഡ്സിനും ഇടയിലൂടെ സൂചി തിരിച്ചു കയറ്റി മുകളിലുള്ള തുണിയിലേക്ക് തയ്ച്ചെടുക്കാം. ശേഷം ബാക്ക് ഭാഗത്ത് നന്നായി ലോക്ക് ചെയ്യുക. ഈ ഹാങ്ങിങ്സ് ബ്ലൗസിന് നല്ലൊരു ഫെമിനിൻ ലുക്ക് നൽകുന്നുണ്ട്. ബാക്കിയുള്ള ഹാങ്ങിങ്സും ഇതേ പ്രോസസ്സിലൂടെ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ നമ്മുടെ വർക്ക് പൂർത്തിയായി. ബ്ലൗസ് നല്ല ഫിനിഷിങ്ങിലും പെർഫെക്ഷനിലും റെഡിയായി വന്നിട്ടുണ്ട്. ഈ ബ്ലൗസിന്റെ ബാക്ക് ഭാഗത്ത് ഈ ഒരു മനോഹരമായ കീ ഹോൾ കട്ട് നൽകിയിട്ടുണ്ട്. ബ്ലൗസ് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ടിന് ഒരുപാട് ഇഷ്ടമായി. അവളുടെ കൂടെയുള്ളവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല പെർഫെക്ഷനിലും ഫിനിഷിങ്ങിലും ചെയ്യാൻ പറ്റിയെന്ന് അവരും പറഞ്ഞു. അവളുടെ കല്യാണത്തിനും എൻ്റെ കയ്യിൽ തന്നെ വർക്ക് തരുമെന്നൊക്കെയാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിന്റെ പ്രൈസ് അറിയാൻ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള വർക്കുകൾക്കായി DM ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. Thank you.